ഈ അടുത്ത കാലത്താണ് നമ്മുടെ ഈ അലർജികളുടെ അളവ് ആൾക്കാരുടെ ഇടയിൽ കൂടുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ആൻഡ് അതിനൊരു റീസൺ ഉണ്ട്. സോ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ കയ്യിലുള്ള ഡാറ്റാസും പൊതുവിലെ അലർജിയെക്കുറിച്ചുള്ള പബ്ലിക് ഡാറ്റാസും നോക്കി മനസ്സിലാക്കിയ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എയർ പൊല്യൂഷൻ. സോ എൻ്റെ അടുത്ത് വരുന്ന അധിക പേഷ്യൻസും സിറ്റീസിൽ ജീവിച്ചവരോ അല്ലെങ്കിൽ പണ്ട് സിറ്റീസിൽ ജീവിച്ചവരോ ആണ്. സിറ്റീസിലാണ് കൂടുതൽ എയർ പൊല്യൂഷൻസ് ഉള്ളത്. ഇപ്പോൾ ഡൽഹിയിലെ പോലുള്ള സിറ്റീസിലൊക്കെ നമുക്ക് കാണാം വായുവിൽ തന്നെ മൈക്രോ ഡസ്റ്റും അതേപോലെ തന്നെ കെമിക്കൽസും ഒക്കെ ഒരുപാട് കാണുന്നുണ്ട്. ഇവ നമ്മുടെ ലങ്സിന്റെ അകത്തേക്കോ സ്കിന്നിന്റെ മുകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് സ്കിന്നിന്റെ മുകളിലും ലങ്സിലൊക്കെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കി അത് നമ്മുടെ അലർജിക് ടെൻഡൻസിയിലേക്ക് തള്ളി വിടാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. 2, ഹൈജീൻ ഹൈപ്പോത്തസിസ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ വളരെ കുറച്ച് മാത്രമേ രോഗാണുക്കളുമായിട്ട് എക്സ്പോസ്ഡ് ആവുള്ളൂ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, കുട്ടികൾ പുറത്തേക്ക് പോകുന്നില്ല, മണ്ണിൽ കളിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തീരെ ട്രെയിൻഡ് അല്ല. ഈ ഒരു ക്ലെൻലിനെസ് കാരണം ഒരു രോഗാണുവിനെയും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെയും തിരിച്ചറിയാൻ ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സാധിക്കാത്ത സിറ്റുവേഷൻസ് ആണ് ഹൈജീൻ ഹൈപ്പോത്തസിസിൽ പറയുന്നത്. 3, അമിതമായിട്ടുള്ള ആന്റിബയോട്ടിക്സ് യൂസേജ്. നമ്മുടെ കുടലിന്റെ അകത്ത് സൂക്ഷ്മാണുക്കളുണ്ട്, ഗട്ട് മൈക്രോബയോംസ് എന്നാണ് അതിന് പറയാം. ഇവയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഫ്യൂൽ ചെയ്യുക, ഭക്ഷണം കൊടുക്കുന്നത്. സോ ആന്റിബയോട്ടിക്സ് മൈക്രോബയോംസിനെ ഡാമേജ് ചെയ്യും, നശിപ്പിക്കും. അതും അലർജിയിലേക്ക് ലീഡ് ചെയ്യും. ഇവ 3 മാത്രമല്ല അലർജി ഉണ്ടാക്കാനുള്ള ഒരു കാരണങ്ങളായിട്ട് പറയുന്നത്, പക്ഷേ ഇവ വലിയ രീതിയിൽ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അലർജീസിലേക്ക്. ആൻഡ് നിങ്ങൾക്ക് തോന്നുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കുക.